ശ്രീ സുരേഷ് കുമാർ, ഒന്ന് ഇപ്പോൾ വളരെ തെരഞ്ഞെടുപ്പ് കാലം എന്നൊരു സെൻസിറ്റിവിറ്റി അവിടെ ഉണ്ട്. ഈ തീർത്ഥാടനം മണ്ഡലപൂജ കഴിഞ്ഞ് മകരവിളക്കം കഴിഞ്ഞ് ഈ ശബരിമല സീസൺ നല്ലതുപോലെ ഭക്തർക്ക് നല്ല നിലയ്ക്ക് ദർശനം നടത്തി മലയിറങ്ങാൻ കഴിയുന്ന വിധത്തിൽ പൂർത്തീകരിക്കുക എന്നുള്ളത് രാഷ്ട്രീയമായി കൂടി ഭരണമുന്നണിയുടെ ബാധ്യതയാണ്. അവിടെ തിക്കും തിരക്കുമോ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതിരിക്കൽ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു മുൻകരുതലും നേരത്തെ കൂട്ടിയുള്ള പ്രിപ്പറേഷനും ഒക്കെ വേണ്ടിയിരുന്നില്ലേ? ഇപ്പോൾ അയ്യപ്പ സംഗമമൊക്കെ നടത്താൻ കാണിച്ച ശ്രദ്ധ ഇക്കാര്യത്തിലൊക്കെ കാണിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കാലത്തെ അവസാനത്തെ സീസണാണിത്. ശ്രീ അഭിലാഷ്, ഞാൻ അതിൽ കൃത്യമായി മറുപടി പറയാം. അതിനു മുൻപ് ബഹുമാനപ്പെട്ട BJPയുടെയും കോൺഗ്രസിൻ്റെയും പ്രതിനിധികൾ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് അവസരം തരണം. കാരണം അവർ രണ്ടുപേരും പറഞ്ഞ ഹിന്ദു ഐക്യവേദി സംഘപരിവാര സംഘടനയിലൊന്നാണെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ താങ്കൾ BJP അല്ല എന്ന് പറയുന്നത് BJP മോശപ്പെട്ട ഒരു പാർട്ടിയാണെന്നുള്ള കാര്യം എനിക്കിപ്പോൾ ഒരു പുതിയ അറിവാണ്. അതെന്തായിരുന്നാലും അങ്ങനെ ആയിക്കോട്ടെ. പൊളിറ്റിക്കൽ പാർട്ടി അല്ല, മോശപ്പെട്ട പാർട്ടിയാണെന്നുള്ള അർത്ഥത്തിലല്ലോ. അല്ല, താങ്കൾ ആവർത്തിച്ച് ഞാൻ BJPയുടെ പ്രതിനിധിയല്ല, ഞാൻ BJPയുടെ പ്രതിനിധിയല്ല എന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് സംഘപരിവാര കടന്നു വന്നിരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അതുപോട്ടെ, നമ്മുടെ സംഘപരിവാർ സംഘടനകൾക്ക് ഓരോന്നിനും അതിന്റെ ഐഡന്റിറ്റി ഉണ്ടെന്ന്. സംഘപരിവാർ സംഘടനകൾക്ക് ഓരോന്നിനും അതിന്റെ ഐഡന്റിറ്റി ഉണ്ട്. അതിന്റെ ആകെത്തുക എന്താണെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ നമുക്കൊക്കെ നന്നായിട്ട് അറിയാം. ഞങ്ങളൊക്കെ അരിയാഹാരം കഴിച്ച് ജീവിക്കുന്നവരല്ലേ. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആകത്തുകയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെ മാവോയിസ്റ്റ് എന്ന് വിളിച്ചാൽ മതിയോ? അല്ല, നിങ്ങളല്ലാതെ തന്നെ ഇവിടെ നിങ്ങൾക്കെതിരെ സമരം ചെയ്യുന്നവരെ അർബൻ നക്സലുകൾ എന്നാണ് നിങ്ങൾക്കെതിരായി എന്തെങ്കിലും ശബ്ദം ഉയർത്തുന്ന സ്റ്റാൻ സ്വാമി മുതൽ ഇങ്ങ് പിണറായി വിജയനെ വരെ നിങ്ങൾ വിളിക്കുന്നത് അർബൻ നക്സൽസ് എന്നാണ്. നിങ്ങൾക്ക് സ്വാഭാവികമായി നിങ്ങൾക്ക് മാത്രമേ ചില വാക്കുകൾ പറയാൻ കഴിയുള്ളൂ, നിങ്ങൾക്ക് മാത്രമേ ചിലതൊക്കെ പ്രചരിപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ള തിട്ടൂരം നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റണം. ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായത്തെ സഹിഷ്ണുതയോടുകൂടി ഉൾക്കൊള്ളാനുള്ള മനസ്സുകൂടെ ഇത്തരം ചർച്ചകളിൽ വരുമ്പോൾ കാണിക്കാൻ വേണ്ടി കഴിയണം. അല്ലാതെ വെറും RSS മാത്രമാകരുത് എന്ന എളിയ അഭ്യർത്ഥന ഞാനിവിടെ സൂചിപ്പിച്ചത്. ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിയന്ത്രണ നിർദ്ദേശങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട ദൈനംദിന കാര്യങ്ങളിൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതല്ല എന്ന് പറഞ്ഞ് ആവർത്തിച്ച് എന്നോട് തർക്കിക്കാനാണ് നിങ്ങൾ നിന്നത്. നിങ്ങൾ നോക്കൂ, ഈ ചർച്ച നടക്കുന്ന സന്ദർഭത്തിൽ പോലും പ്രധാനപ്പെട്ട ഉത്തരവുകൾ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അവിടെ ഏത് രൂപത്തിൽ തുടർന്നുള്ള ദിവസങ്ങളിലുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കപ്പെടണം എന്നതിനെ സംബന്ധിച്ച് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് ഈ ചർച്ചയ്ക്കിടയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അവിടെ അതിനനുസരിച്ച് ശുഭാപ്തി വിശ്വാസപരമായി നമുക്ക് മുന്നോട്ട് പോകാം. കാരണം അവിടെ അതിനെ സംബന്ധിച്ച് കേട്ടില്ല, അത് സർക്കാരിന്റെ കഴിവുകേടാണെന്നാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം. അല്ലല്ല, സർക്കാരിന്റെ കഴിവുകേടാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. നിങ്ങളെ പോലെ എന്തായിരുന്നാലും ഹെലികോപ്റ്റർ മനുഷ്യൻ ജീവന് വേണ്ടി ഇവിടെ പെടാപ്പാട് പെടുന്ന സമയത്ത് ഹെലികോപ്റ്റർ തന്നിട്ട് അതിനുവേണ്ടി പൈസ ചോദിച്ചില്ലല്ലോ. അന്ന് കഴിക്കാൻ ആഹാരം തന്നിട്ട് അതിനുവേണ്ടി പൈസ ചോദിച്ചില്ലല്ലോ എൻ്റെ മിസ്റ്റർ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആവർത്തിച്ച് ഈ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്? ഇവിടുത്തെ പ്രശ്നം, നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു, അതിനൊരു മറുപടി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആരൊക്കെയോ അറസ്റ്റിലായതിനെ സംബന്ധിച്ച് പറഞ്ഞു. ഞാൻ പറയുന്നു അവരുടെ പൈതൃകത്തെ സംബന്ധിച്ച് എന്നൊന്ന് പറയാൻ അനുവദിക്കണം. എന്നെ ഒന്ന് പറയാൻ നിങ്ങൾ ആരൊക്കെയോ അറസ്റ്റിലായതിനെ സംബന്ധിച്ച് നിങ്ങളിവിടെ പറഞ്ഞു. അവരുടെ പൈതൃകത്തെ സംബന്ധിച്ച് നിങ്ങളിവിടെ ആവർത്തിച്ച് പറയുകയുണ്ടായി. ഇവിടെ ഈ സമീപകാലത്ത് നമ്മളിരിക്കുന്ന സ്റ്റുഡിയോ എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ഈ അടുത്ത കാലത്ത് രാഷ്ട്രീയ ചർച്ചയായ 2-3 ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. ഒന്ന് തിരുമല അനിൽ, മറ്റൊന്ന് ആനന്ദ് കെ തമ്പി എന്ന് പറഞ്ഞിട്ട് ഒരു BJPയുടെ RSSന്റെ പ്രവർത്തകൻ, വേറൊരാൾ ഒരു അനന്തു കോട്ടയത്തുകാരനാണ്. പിന്നെ ഒരു ആത്മഹത്യാ ശ്രമമാണ് നെടുമങ്ങാട്ടുകാരി ശ്രീമതി ശാലിനി. മറ്റൊന്ന് ഞാൻ ഇപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ MS കുമാർ, സംഘടനാ ചുമതലയുള്ള BJPയുടെ നേതാവായിരുന്നു, ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റും സംഘടനാ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടറി ശ്രീ സുരേഷൻ പറഞ്ഞെന്താണെന്ന് അറിയാമോ? ഈ ആളുകൾക്കൊന്നും BJPയോ RSSുമായോ പ്രത്യക്ഷമായോ പരോക്ഷമായോ യാതൊരുവിധ ബന്ധവുമില്ലെന്നാണ്. ഞാൻ എന്തായാലും അങ്ങനെ പറഞ്ഞ് കൈ കഴുകുന്നില്ല. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. ആരാണോ കുറ്റക്കാർ അവരെ കണ്ടുപിടിക്കട്ടെ. അല്ലാതെ നിങ്ങളെപ്പോലെ ഒരു കുറ്റത്തിൽ പിടിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഹത്യ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഇവരുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്ന് പറഞ്ഞ് കൈ കഴുകാൻ എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാകുന്നില്ല എന്നുള്ളത് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെപ്പോലെ ഇത്തരത്തിലുള്ള നയമല്ല ഞങ്ങൾ അനുവർത്തിച്ച് പോരുന്നതെന്ന് പറയാൻ വേണ്ടി മാത്രമാണ്.
ഇവിടെ പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു, ആകെ അഴിമതിയാണ്, അരവണ മുതൽ അയ്യപ്പന വരെ കട്ടു എന്നാണ് കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ UDFന്റെ ഭരണകാലത്തെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടായിരിക്കാം അത്തരം ചില ജൽപ്പനങ്ങൾ ഇവിടെ നടത്തിയതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം മന്ത്രി സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ കട്ട മുതലുമായി കോടതി വരാന്തെ കയറിയിറങ്ങുന്ന കാലമാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ. ശിക്ഷാവിധി കഴിഞ്ഞു, അങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? നിങ്ങളുടെ കാലത്ത് നടന്ന കാര്യങ്ങൾ അതേപടി LDF സർക്കാരിൻ്റെ കാലത്ത് നടക്കുന്നുണ്ട് എന്നുള്ള തെറ്റായ ചിന്ത നിങ്ങൾ വെച്ച് പുലർത്തുകയാണ്. നിങ്ങൾ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, ദേവസ്വം ബോർഡിനകത്ത് അമ്പലങ്ങൾക്കകത്ത് വരുന്ന പണം ഇടതുപക്ഷ സർക്കാർ ദുരുപയോഗം ചെയ്യുകയാണ്. BJP പ്രതിനിധി അല്ലെങ്കിൽ RSSന്റെ പ്രതിനിധി, ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധി പോലും പറയാൻ മടിച്ചൊരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ എത്രമാത്രം മ്ലേച്ഛമായിട്ടാണ് ഈ സമൂഹത്തെ വക്രീകരിക്കാൻ ശ്രമിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണത്. അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ ഒരു രൂപ പോലും കേരളത്തിലെ അമ്പലങ്ങളിൽ നിന്ന് വരുന്ന വരുമാനം ഗവൺമെൻറ് എടുത്ത് തനതായി ചിലവഴിക്കുന്നില്ല. അത് കേരളത്തിലെ മറ്റ് ദരിദ്രമായി നിൽക്കുന്ന അമ്പലങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നതെന്ന് ആവർത്തിച്ച് രേഖകൾ സഹിതം വ്യക്തമാക്കിയിട്ടും നിങ്ങൾ ഈ കള്ളപ്രചാരവേല നടത്തുന്നത് ഈ സമൂഹത്തിനകത്ത് കലാപകലുഷിതമായിട്ടുള്ള രംഗങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അന്തചിദ്രമായിട്ടുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഇല്ലാത്ത തെറ്റായ മനസ്സുകളെ വക്രീകരിച്ച മനസ്സുകളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അയ്യപ്പനെ സംരക്ഷിക്കേണ്ട സംരക്ഷകരായ ദ്വാരപാലകരെ അടിച്ചോണ്ട് പോയി എന്നാണ് പറഞ്ഞത്. അല്ലാതെ ദേവസ്വം ബോർഡ് അവിടുത്തെ പൈസ എടുത്ത് ദുരുപയോഗം ചെയ്തു എന്ന വാദമൊന്നും ഞാൻ പറഞ്ഞില്ല. എന്റെ വായിലോട്ട് തിരികെ നിൽക്കണ്ട. അങ്ങയുടെ കയ്യിൽ വെച്ചാൽ മതി. എന്റെ വായിൽ തിരികെ ജൽപ്പനങ്ങളായി പുറത്തു വരുന്നത്. നിങ്ങൾ 9.5 വർഷമായി അധികാരത്തിന്റെ പടിക്ക് പുറത്താണ്. ആ പടിക്ക് പുറത്ത് നിൽക്കുന്നതിന്റെ അലോസരതയാണ് നിങ്ങളുടെ വാക്കുകളിലൂടെ പ്രകടമാകുന്നത്. ഇനി നിങ്ങൾ എത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും നിങ്ങൾ കേരളത്തിന്റെ അധികാരത്തിലേക്ക് എത്താൻ പോകുന്നില്ല. കാരണം അത്രമാത്രം വെറുക്കപ്പെട്ടവരായി ഐക്യജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മാറിയിരിക്കുകയാണ്. ഇപ്പൊ നോക്കൂ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ അവിടെ പോലീസിനിടേണ്ടി വരെയാണ്. ആ കൂട്ടയടി ഒഴിവാക്കുന്നതിന് വേണ്ടി പോലീസിനിടേണ്ടി വരികയാണ്. രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അപജയം ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വന്നതെന്ന് നിങ്ങൾ മറ്റുള്ളവരുടെ